ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വ്ളോഗിലേക്ക് സ്വാഗതം ട്ടാ. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ജോക്കുവിന്റെ പിറന്നാളാണ്. ജോക്കു എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ മോനാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജെറോം ജയിക്കുന്നതായിട്ട് ഇവന്റെ ശരിക്കുള്ള പേര്. ഞങ്ങൾ എല്ലാവരും ജോക്കു ജോക്കു എന്നാണ് വിളിക്കുക. അപ്പൊ ജോക്കുവിന്റെ രണ്ടാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ കാലത്ത് തന്നെ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി അലങ്കരിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡിജോച്ചനും സാന്ദ്രാന്റിയും ഞാനും അമ്മ എല്ലാവരും കൂടിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അമ്മാമ്മയാണെങ്കിൽ അടുക്കളയിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കൻ കറിയാണ് കേട്ടോ അമ്മാമ്മ വെക്കുന്നത്. ചിക്കൻ കറി നെയ്ച്ചോറുമാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ്. ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അമ്മ തേങ്ങയൊക്കെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് അടുത്ത പണി എന്ന് പറയുന്നത് ബലൂണ് വീർപ്പിക്കുക എന്നുള്ളതാണ്. ബലൂണ് കുറെ വീർപ്പിക്കും, കുറെ പൊട്ടും. അമ്മയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബലൂണ് പൊട്ടിച്ചത്. അങ്ങനെ ഒരു ഇതിന് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കൊഴിഞ്ഞ് വീഴുന്നുണ്ട്, ഫാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മാമ്മ അടുക്കളേക്ക് വിളിച്ചു. ചിക്കൻ ഇടുന്നത് കാണണമെങ്കിൽ വിളിക്കും വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഇടുന്നത് കാണാൻ വേണ്ടി പോയി. ചിക്കനൊക്കെ ഇട്ട് നന്നായി ഇളക്കി അടപ്പത്തൊക്കെ വെക്കുന്നുണ്ട്. വെല്ലുമ്മി ലച്ചും കുഞ്ഞൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് സ്കൂളിലെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് എന്തോ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ അമ്മ അവിടെ ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട്. കുറെ ബലൂൺ ഇരുന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കുഞ്ഞുണ്ണീനൊക്കെ അവിടെ അടിയത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ട് ബേബിയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ കുറച്ച് ബലൂണൊക്കെ ഞങ്ങൾ ചെമരുമ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എസക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ. എസക്കുട്ടി തൊട്ടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ ഏകദേശം ഇതുപോലെ ഒരു രൂപ ആക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു വീഴുന്നൊക്കെ ഞങ്ങൾ അവിടെ ഒട്ടിച്ച് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നെയ്ച്ചോറിന്റെ പരിപാടിയിലേക്കൊക്കെ നീങ്ങി. അമ്മയും കൂടിയിട്ട് നെയ്ച്ചോറിന്റെ അരി ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ജോക്കുടെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നല്ല പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിലാണ് അവ നിൽക്കുന്നത്. പക്ഷെ അമ്മ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ഇത് വീർപ്പിക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അതമ്മ ബേബി ഗേൾ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വെച്ചില്ലേ, ഇവൻ ഗേളല്ലല്ലോ ബോയ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യേശക്കുട്ടി ഇത് അമ്മയുടെ മടിയിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നെ ആരെങ്കിലും എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെന്നെ എപ്പോഴും എടുത്തോണ്ട് നടക്കണം, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് യേശക്കുട്ടിയുടെ പ്രത്യേകത കേട്ടോ. ഞാൻ കുറെ നേരം എടുത്തോണ്ട് നടക്കാറൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരിക്കേനാണ് ഇപ്പൊ കരച്ചില് തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആന്റിമാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആന്റിമാമ ബലൂണൊക്കെ ബാക്കി ഉണ്ടായിരുന്നത് വീർപ്പിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പാപ്പൻ കേക്കായിട്ട് വന്നു. അപ്പാപ്പന്റെ സൈക്കിളുമ്പോ തട്ടിയിട്ട് കേക്കിന്റെ സൈഡൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മിഠായിയും തൊപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പാപ്പൻ ജോക്കോനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ കേക്ക് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അപ്പൊ അപ്പാപ്പ അവനെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജോക്കുവിന്റെ ഉണ്ണിയും അപ്പായും അമ്മായും കൂടിയിട്ട് എല്ലാരും കൂടി കേക്കൊക്കെ മുറിച്ചു. ഡിജോച്ചനും ചന്ദ്രനും കൊടുത്ത കേക്ക് മാത്രമേ അവൻ കഴിച്ചുള്ളൂ കേട്ടോ. വേറെ ആര് കേക്ക് കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജോക്കുവിന് ഞങ്ങൾ കണ്ണാടിയും തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അപ്പാപ്പനും അമ്മാമ്മയും കൂടിയിട്ട് കേക്ക് മുറിക്കാനൊക്കെ ഇരുന്നു, ഫോട്ടോ എടുത്തു. അമ്മാമ ഒന്നും കേക്ക് കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടില്ല കേട്ടോ. അവന് കേക്ക് വലിയ ഇഷ്ടമില്ല എന്നാണ് ആന്റി പറഞ്ഞത്. അങ്ങനെ യേശക്കുട്ടിക്ക് കുറച്ച് വെച്ച് കൊടുത്തു. ആന്റി അമ്മാമയും ഒക്കെ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് വെച്ച് കൊടുക്കാൻ നോക്കിയിട്ടും അവൻ കൂട്ടാക്കിയില്ല കേട്ടോ. അവൻ കഴിച്ചേ ഇല്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങള് ജോക്കൂട്ടിന്റെ വാഴയുടെ ഇലയില് ഭക്ഷണം വിളമ്പി കൊടുത്തു. അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. വാരിയിട്ട് ജോക്കൂന് ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പായസത്തിൽ ചിക്കൻ മുക്കിയിട്ടൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും കുഞ്ഞനും ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സോനിമാമ ഉണ്ടായിരുന്നു, സാന്ദ്രാന്റി ഉണ്ടായിരുന്നു, ആന്റിമാമ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങള് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു വിട്ടാ. ജോക്കുന് മാത്രം വാഴയുടെ ഇലയിൽ കൊടുത്തത്. അങ്ങനെ പായസം കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ ജോക്കുവിന്റെ പിറന്നാളിന്റെ വ്ളോഗ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ടാറ്റാ, ബൈ ബൈ.